ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. പത്തരമാറ്റ സീരിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേയായി എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അജയനും ജലജയും ജാനകിയുമായിട്ടുള്ള സംസാരമാണ് കേട്ടോ. അപ്പോൾ അജയൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്, പട്ടാപ്പകൽ അന്യ പുരുഷന്മാരുമായിട്ട് പാർക്കിലിരുന്ന് കൊഞ്ചി കഴിയുന്ന പെൺകുട്ടിയാണ്. അവൾ നല്ല മരുമകളാണെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അനി നന്ദുവിൻ്റെ പിന്നാലെ പോകുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിന് അങ്ങനെയാണോ പ്രതികാരം ചെയ്യേണ്ടത്? അതിന് ന്യായീകരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അജയൻ അവിടെ നിന്നും പോവുകയാണ്. പിന്നെ കാണിക്കാൻ നമ്മളുടെ അനിയെയും അനാമികയുമാണ് കേട്ടോ. അനി ദേഷ്യത്തോടെ അനാമികയെടുത്ത് ചോദിച്ചു, അതെ, നമ്മൾ തമ്മിൽ ഇവിടെ ഒരു ബന്ധവുമില്ല, ശത്രുക്കളെ പോലെയാണ് നമ്മൾ ഈ വീട്ടിൽ കഴിയുന്നത് തന്നെ. പിന്നെ ഞാൻ എവിടെ പോയാലും നിനക്കെന്താടി? അനാമിക പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ പലതവണയായി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പകരക്കാരിയായിട്ട് അവൾ ഈ വീട്ടിൽ വരാൻ പാടില്ല. അനി പറഞ്ഞു, നീ പുറത്തു പോയതിന് ശേഷം ഈ വീട്ടിൽ ആര് വന്നാലും നിനക്കെന്താ? അനാമിക പറഞ്ഞു, ആര് വന്നാലും കുഴപ്പമില്ല, പക്ഷേ അവൾ വരരുത്, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അനി പറഞ്ഞു, നന്ദു SI ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിൻ്റെ അച്ഛനെയും അമ്മയെയും ലോക്കപ്പിൽ കൊണ്ടുപോയി ഉരുട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരാണ് നിന്നെ ഇങ്ങനെ വഷളാക്കിയത്. അനാമിക പറഞ്ഞു, എൻ്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പവുമില്ല. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു SI ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മയും ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന്. എന്നാ നീ കേട്ടോ, അവൾ ഈ ജന്മം SI ആകില്ലടാ. അത് കേട്ട് പുച്ഛത്തോടെ അനി പറഞ്ഞു, അതെ, SI ടെസ്റ്റ് പാസ്സായിട്ട് അവൾ ട്രെയിനിങ്ങിന് പോയേക്കുന്നത് SI ആയിട്ട് തിരിച്ചു വരാനാ. അപ്പം അനാമിക പറഞ്ഞു, SIയുടെ യൂണിഫോം അവൾക്ക് ചേരില്ലടാ, അതുകൊണ്ട് അവൾ അത് ഇടാൻ ഒരുപാട് പാടുപെടേണ്ടി വരും. അനി ചോദിച്ചു, അത് നിനക്കെങ്ങനെ അറിയാം? അനാമിക അപ്പം പറഞ്ഞു, അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ. അവളൊരു അഹങ്കാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രെയിനിങ് തീരുന്നതിന് മുന്നേ തന്നെ അവളെ അവിടെ നിന്ന് പുറത്താക്കും. അനി അപ്പം പറഞ്ഞു, അതിനെ നീ അല്ല നന്ദു, അവൾക്ക് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ അറിയാമടി. അത് കേട്ട് അനാമിക പറഞ്ഞു, അവളെ പുകഴ്ത്തുന്ന നിൻ്റെ ഈ നാവുണ്ടല്ലോ, അത് തൽക്കാലം അടക്കി വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഈ ഒച്ചയും ബഹളവും എല്ലാവരും കേൾക്കും. അനി പറഞ്ഞു, അതെ, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അത് കേട്ട് അനാമിക പറഞ്ഞു, നീ ചെല്ല്, അവളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് തന്നെ ചെല്ല്. ഞാൻ ചിലപ്പം ഇനിയും അങ്ങോട്ട് പോയെന്നിരിക്കും, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്ന് അനിയും പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് നയനയാണ് കേട്ടോ. നയന നമ്മളുടെ ചന്തുമോളുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശം അവിടെ എത്തി. എന്നിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആദർശ് നയനയുടെ അടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് ചന്തുമോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്യാൻ? ഇതാ പിടിച്ചോ, എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. അനഘയോട് ഇതേപ്പറ്റി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ മോള് പറഞ്ഞായിരുന്നു എല്ലാം വീട്ടിലുണ്ടെന്ന്. അങ്ങനെയാണ് എല്ലാം കണ്ടുപിടിച്ചത്. നയന സന്തോഷത്തോടെ ആ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിച്ചു, ആദർശേട്ടാ, അനഘയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? ഹേയ്, അങ്ങനെ തന്നെ കിടക്കുക, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന് ആദർശ് പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ ആദർശേട്ടാ, എൻ്റെ ബലമായ വിശ്വാസം ആ കുട്ടി റിക്കവറായി വരുമെന്ന് തന്നെയാണ്. അപ്പം ആദർശ് പറഞ്ഞു, വന്നു കഴിഞ്ഞാലും ചന്തുമോളെ ഇനി അവളുടെ അമ്മയ്ക്കൊപ്പം പറഞ്ഞു വിടാൻ തോന്നുന്നില്ല. അത് ശരിയാ എന്ന് നയനയും പറഞ്ഞു. എന്നിട്ട് ആ ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴാണ് കണ്ടത് മോളുടെ ബർത്ത്ഡേ മറ്റന്നാളാണെന്ന്. അപ്പം നയന ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, മോളുടെ ബർത്ത്ഡേ മറ്റന്നാളാണല്ലോ. അങ്ങനെ ഒരു സന്തോഷത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് മോളുടെ അമ്മയ്ക്ക് എന്തായാലും കാണും, അതുപോലെ ദൈവങ്ങൾക്കും. അതുകൊണ്ട് ആ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ എനിക്ക് ആദർശേട്ടനോട് പറയാൻ തോന്നിയത്. ഈ ബർത്ത്ഡേ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ നയന പറഞ്ഞു, പിന്നെ വേണ്ടേ, ഇതൊക്കെയല്ലേ നമ്മുടെ മോളുടെ ഒരു സന്തോഷം. എന്നാലും മോള് ബർത്ത്ഡേ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, മോൾക്ക് അതൊക്കെ ഓർമ്മ കാണില്ല അല്ലേ? അപ്പോൾ ആദർശ് പറഞ്ഞു, ചിലപ്പം ഇതിനു മുമ്പ് മോളുടെ ബർത്ത്ഡേ ഒന്നും കാര്യമായിട്ട് ആഘോഷിച്ച് കാണില്ലായിരിക്കും. പക്ഷേ ഇനി അത് പോരാ, എന്നെന്നും ഓർത്തിരിക്കാൻ വേണ്ടി നല്ല നല്ല ആഘോഷങ്ങൾ അവളുടെ എല്ലാ പിറന്നാളിനും നമുക്ക് ചെയ്യണം. നാളെ തന്നെ വീടൊന്ന് അലങ്കരിക്കാം. അപ്പം നയന ചോദിച്ചു, ഇനി വീട്ടിനകത്ത് ഇതൊരു പ്രശ്നമാകുമോ? ആദർശ് പറഞ്ഞു, എന്ത് പ്രശ്നം? ഈ വീട്ടിലെ കൊച്ചുമോൾ തന്നെയാണ് ചന്തുമോൾ. അഭി ചെയ്ത ചതിയുടെ ഫലമാണ് ആ കുഞ്ഞ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും ആ മോൾ അനുഭവിക്കേണ്ട സുഖവും സന്തോഷവും ഒന്നും അതിന് കിട്ടിയിട്ടില്ല. ആ കടമൊക്കെ വീട്ടണം. നയന പറഞ്ഞു, അഭി ഒരുപാട് കളികളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ സ്വന്തം കുഞ്ഞല്ലേ, അവനത് അറിയുകയും ചെയ്യാം. ആ നിലയ്ക്ക് അന്നേ ദിവസം മോൾക്ക് എന്തെങ്കിലും സമ്മാനം അവൻ വാങ്ങിക്കൊടുക്കുമോ? കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. ചന്തുമോളോട് വെറുപ്പ് കാണിച്ചിട്ടെങ്കിലും അവൻ അത് ചെയ്യേണ്ടതാണ്. ഞാൻ ഏതായാലും ഈ വിവരം മോളോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് നയന സന്തോഷത്തോടെ മോളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ ചന്തുമോള് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ, മുത്തശ്ശൻ രാവിലെ ഓരോരോ കസർത്തുകളൊക്കെ കാണിക്കുന്നത് മോള് കാണുന്നില്ലേ? യോഗ ചെയ്യുക, മോൾക്കും അതൊക്കെ ചെയ്യണ്ടേ? അപ്പം മുത്തശ്ശൻ പറഞ്ഞു, അതിനുള്ള പ്രായമൊന്നും മോൾക്കായിട്ടില്ല, ആവുമ്പോൾ ഞാൻ തന്നെ എല്ലാം പഠിപ്പിച്ചോളാം. കുഞ്ഞുനാൾ മുതലേ യോഗ ചെയ്യുന്നത് നല്ലതാണ്, കുട്ടികൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ അത് ഉപകരിക്കും.
അപ്പോഴേക്കും നമ്മളുടെ നയന അവിടെ എത്തി കേട്ടോ. എന്നിട്ട് മോളടുത്ത് ചോദിക്കുകയാണ്, മോളുടെ ബർത്ത്ഡേ എന്നാണ്? അപ്പോൾ മോള് പറഞ്ഞു ജൂലൈ 10th. മുത്തശ്ശൻ പറഞ്ഞു അതിന് എത്തിയല്ലോ. അപ്പം നയന പറയുകയാണ്, ഇപ്പം മോളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആദർശേട്ടൻ കൊണ്ടുവന്നായിരുന്നു, അത് നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. മുത്തശ്ശി പറഞ്ഞു അതെയോ, എന്നിട്ട് എന്താ മോളത് പറയാതിരുന്നത്? ചന്തുമോള് പറഞ്ഞു മറന്നുപോയി. മുത്തശ്ശൻ ചോദിച്ചു, ഇതൊക്കെ മറക്കാൻ പാടുണ്ടോ മോളെ? ഈ ദിവസമല്ലേ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ, നമുക്ക് കേക്ക് മുറിക്കണ്ടേ എന്ന് നയന ചോദിച്ചു. അപ്പം ചന്തുമോള് പറഞ്ഞു മുത്തശ്ശി പറയുകയാണ്, കേക്ക് മുറിച്ചാൽ മാത്രം പോരാ, നമുക്കത് നന്നായിട്ട് ആഘോഷിക്കണം. നയന പറഞ്ഞു ഞാനത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ മോളുടെ ബർത്ത്ഡേ? അപ്പോൾ ചന്തുമോള് പറഞ്ഞു അപ്പം മുത്തശ്ശൻ ചോദിച്ചു, ഇതിന് മുന്നേ ഉള്ള ബർത്ത്ഡേ ഫോട്ടോസ് വല്ലതും ഉണ്ടോ മോളെ? നയന പറഞ്ഞു ഇല്ല മുത്തശ്ശ, മോളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് വരാൻ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞായിരുന്നു. അവിടെ പോയി ഷെൽഫിൽ തപ്പിയപ്പോഴാണ് ഒരു ഫയൽ കിട്ടിയത്, അതിൽ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൽ പോകണം, അച്ഛനും അമ്മയും തന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കും. മുത്തശ്ശി ചോദിച്ചു, മോളുടെ അമ്മ എന്നുള്ള സ്ഥാനത്ത് അനഘ എന്നുണ്ട്, അച്ഛൻ്റെ സ്ഥാനത്ത് എന്ത് പേര് കൊടുക്കും മോളെ? നയന പറഞ്ഞു ചാന്ദിനി എ എന്ന് കൊടുക്കാം എന്ന് പറഞ്ഞു. മുത്തശ്ശൻ ചോദിച്ചു ആദർശെന്നോ അതോ? അപ്പം നയന പറഞ്ഞു രണ്ടായാലും അത് തന്നെയാണല്ലോ. അപ്പം മുത്തശ്ശൻ കൊഞ്ചിച്ചുകൊണ്ട് ചന്തമോളടുത്ത് ചോദിച്ചു, അപ്പോൾ ബർത്ത്ഡേ കുട്ടിയാണോ ഇവിടെ ഇരിക്കുന്നത്? എത്രാമത്തെ ബർത്ത്ഡേ ആ മോളെ? അപ്പോൾ നയന കയറി പറയുകയാണ്, അത് 5ാമത്തെ ബർത്ത്ഡേ ആ മുത്തശ്ശ. 5 തികയുന്നതേ ഉള്ളൂ എന്ന് മുത്തശ്ശി ചോദിച്ചു. നയന പറഞ്ഞു ഈ പ്രായത്തിലാണല്ലോ സ്കൂളിൽ ചേർക്കേണ്ടത്, കൃത്യസമയത്ത് തന്നെയാണ് മോളിവിടെ വന്നത്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോൾ മോളുടെ എല്ലാ കാര്യങ്ങളും മോളുടെ അച്ഛനും അമ്മയും ചെയ്തോളും, പിന്നെ ബർത്ത്ഡേയുടെ അന്ന് മോളെ കൊണ്ടുപോയി മോളുടെ അമ്മയെ എന്തായാലും കാണിക്കണം. അങ്ങോട്ട് കൊണ്ടുപോകുന്നത് മോൾക്കും മോളുടെ അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരിക്കും മുത്തശ്ശി. മോളെ കാണുമ്പോൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അനഘയ്ക്ക് അത് പറ്റില്ല. ആ സമയത്ത് കണ്ണിലൂടെയൊക്കെ കണ്ണീരൊഴുകുന്നത് കണ്ടു നിൽക്കാനും പറ്റില്ല. അത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, എന്നാൽ പിന്നെ മോളുടെ ഇഷ്ടം പോലെ ചെയ്തോ. അപ്പോൾ നയന പറഞ്ഞു, പിന്നെ നന്ദുവിന് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് അവളെ ഒന്ന് കണ്ടിട്ട് വരണം, എന്നിട്ട് വേണം വീടൊക്കെ ഒന്ന് അലങ്കരിക്കാൻ. മോളെ തോരണവും ബലൂണും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീടിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. എന്നാൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം ഇരുന്ന് കഥ പറഞ്ഞു, ഞങ്ങൾ പെട്ടെന്ന് വരാം കേട്ടോ. അങ്ങനെ നയന പോയി. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഇതുവരെ മോള് കാണാത്ത ബർത്ത്ഡേ ആയിരിക്കണം ഇപ്രാവശ്യം ഉണ്ടാകേണ്ടത്. മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ആദർശ നയനയുമല്ലേ എല്ലാം ഏറ്റെടുത്തേക്കുന്നത്, അതുകൊണ്ട് നമ്മളൊന്നിലും ഇടപെടണ്ട, അവരതൊക്കെ അങ്ങ് ചെയ്തോളും. പിന്നെ ദേവയാനിക്കിപ്പം മോളെ ജീവനാണല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, 2-3 പേരെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിനകത്തുള്ള എല്ലാവരും മോളെ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്, അത് ആഘോഷത്തിൽ എന്തായാലും നിഴലിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. തുഷാര നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാമ്പിൽ നിന്ന് ആദ്യം വിജയിച്ച് പോകേണ്ടത് നീ തന്നെയാണ്, അയാൾ ഒരുത്തനാണ് നിനക്ക് ഇങ്ങനെ പണി തരുന്നത്, നിന്നെ പുറത്താക്കുന്ന പേപ്പറിൽ അയാൾ സൈൻ ചെയ്യരുത്, ആ പരുവത്തിൽ നീ അയാളെ ആക്കണം, കൈ തല്ലി ഓടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും ആരോ ഡോറ് നോക്ക് ചെയ്തു. അപ്പോൾ തുഷാര പോയി ഓപ്പൺ ചെയ്യാൻ. അത് ആദർശം നയനയുമായിരുന്നു കേട്ടോ. അവരെ കണ്ട് തുഷാര സന്തോഷത്തോടെ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു. അവരെ കണ്ടതും നന്ദുവിന് ഭയങ്കര സന്തോഷമായി. നയനേച്ചി എന്നും പറഞ്ഞ് ഓടിപ്പോയി നയനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തുഷാരയുടെ അടുത്ത് പറഞ്ഞു, തുഷാരെ ഇതാണ് എൻ്റെ നയനേച്ചി. തുഷാര പറഞ്ഞു, നയനേച്ചി ഏട്ടനെ എനിക്ക് മനസ്സിലായി, ഇവൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നന്ദു ചോദിച്ചു, അല്ല എങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്ത് കടന്നത്? നയന പറഞ്ഞു, അതെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വന്നതാ. നന്ദു ചോദിച്ചു, എങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരാഞ്ഞത് എന്താ ചേച്ചി, ഇതല്ലേ നല്ലത് എന്ന് നയന പറഞ്ഞു. അപ്പോൾ ആദർശ് ചോദിച്ചു, എന്തായി മോളെ കാര്യങ്ങൾ? നന്ദു പറഞ്ഞു, ഒന്നും പറയേണ്ട ആദർശേട്ടാ, അതാ ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നെ പുറത്താക്കണമെന്ന വാശിയിലാണ് ആ ട്രെയിനർ, അയാൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അത് കേട്ട് തുഷാര പറഞ്ഞു, മറ്റേത് ട്രെയിനർ ആയിരുന്നെങ്കിലും ഇവളായിരുന്നേനെ ഇപ്പോൾ മുന്നിൽ, അതുപോലെയാ ഇവളുടെ പെർഫോമൻസ്, അത് കണ്ടില്ലെന്ന് നടിക്കും അയാൾ. നന്ദു പറഞ്ഞു, ഇവിടെ ക്യാമ്പിൽ ഒരുത്തനുണ്ട്, ഒരു മഹേഷ്, അവൻ ഭയങ്കര ബോഡി ബിൽഡറാ, അവന് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് ട്രെയിനർ പറഞ്ഞു, അവൻ എന്നെ തല്ലി ഒതുക്കുമെന്ന് കരുതിയാ അയാൾ അങ്ങനെ പറഞ്ഞത്. തുഷാര പറഞ്ഞു, പക്ഷേ തല്ലുകൊണ്ട് ചുരുങ്ങിയത് അവനാ, എന്നിട്ടും ഇവളെ പരിഗണിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. അപ്പം നന്ദു പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്കാ അനി വന്നത്, അയാൾ എന്നെ പുറത്താക്കാൻ വേണ്ടി ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു, അതയാൾ അങ്ങ് വലിയ സംഭവമാക്കുകയും ചെയ്തു. അപ്പം നയന പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത് നിനക്കിവിടെ കഷ്ടപ്പാടാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് നീ വിവരങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇത്രയും വഷളായെന്ന് എനിക്കറിയില്ലായിരുന്നു. തുഷാര പറഞ്ഞു, എല്ലാവരോടും റെസ്റ്റ് എടുക്കാൻ അയാൾ പറഞ്ഞാലും ഇവളോടത് പറയാറില്ല. ഇവൾ ക്ഷീണിച്ച് ചോര തുപ്പുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാലും അയാൾക്കത് സന്തോഷമാണ്. ഒരുതരം സാഡിസ്റ്റുകളെ പോലെയാണ് അയാൾ ഇവളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ.
ആദർശ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം മോളെ, ഇന്നെന്തായാലും സൺഡേ അല്ലേ, തുഷാരെ ഞങ്ങളുടെ കൂടെ പോര്. അപ്പോൾ തുഷാര പറഞ്ഞു, അയ്യോ വേണ്ട ഏട്ടാ, നിങ്ങൾ പോയിട്ട് വാ. അപ്പം നന്ദു നിർബന്ധിച്ചു, നീ വാടി. അപ്പോൾ തുഷാര പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കാണുമല്ലോ, ചെല്ലേ. അപ്പോൾ നയന പറഞ്ഞു, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീട്ടിലേക്ക് വരണം കേട്ടോ. തുഷാരെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയത് വലിയ സമാധാനമാണെന്നാണ് ഇവൾ പറയുന്നത്. തുഷാര പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ്, എന്നാൽ പോയി ഡ്രസ്സ് മാറടി. അപ്പോൾ നന്ദു പറഞ്ഞു, ഞാനിപ്പോൾ വരാം. അപ്പം തുഷാര വന്ന് നയനയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നവ്യ ചേച്ചിയുടെ കുഞ്ഞിനൊക്കെ സുഖമല്ലേ നയനേച്ചി? അപ്പം നയന പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ അവർ മൂന്നുപേരും കൂടി പുറത്തു പോകാനായിട്ട് ഇറങ്ങി. നയന നന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചു, തുഷാര നല്ല കുട്ടിയല്ലേ? നന്ദു പറഞ്ഞു, പിന്നെ അവളില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്നേ പുറത്ത് ചാടിയേനെ. ആദർശ് ചോദിച്ചു, പിന്നെ ആ ട്രെയിനറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? നന്ദു ചോദിച്ചു, എന്ത് ചെയ്യാനാ ആദർശേട്ടാ, അയാൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി പോകാനും വയ്യ. ആദർശ് പറഞ്ഞു, ഞാനേ മുത്തശ്ശനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ ആദർശ് മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശ ഫോൺ എടുത്തിട്ട്, ഹലോ മോനെ, അവിടെ എത്തിയോ? അപ്പം എത്തി മുത്തശ്ശ എന്ന് ആദർശ് പറഞ്ഞു. ഞങ്ങൾ നന്ദുവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, അവൾക്ക് ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തു പറ്റിയെന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇവിടെ ഒരു ട്രെയിനറുണ്ട്, അയാൾക്ക് വന്ന ദിവസം തൊട്ടേ നന്ദുവിനോട് ഭയങ്കര ദേഷ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ നന്ദുവിനോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ നന്ദുവിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, SI ആവാനുള്ള ഫിറ്റ്നസ് ഇല്ല എന്നും പറഞ്ഞ് നന്ദുവിനെ പുറത്താക്കാനും ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശൻ അത് കേട്ട് ചോദിച്ചു, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ആരോഗ്യമുള്ള 4 ആൺകുട്ടികളെ അടിച്ചൊതുക്കാൻ കഴിവുള്ള നന്ദുമോൾക്കാണോ ഫിറ്റ്നസ് ഇല്ലാത്തത്? ആദർശ് പറഞ്ഞു, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ആ ട്രെയിനറുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തോളാം, വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം, എന്തായാലും മോളോട് ധൈര്യമായിട്ടിരിക്കാൻ പറയേ. ആദർശ് പറഞ്ഞു, മുത്തശ്ശ ഞാൻ നന്ദുവിന് ഫോൺ കൊടുക്കാം. അപ്പം നന്ദു ഫോൺ മേടിച്ചിട്ട് മുത്തശ്ശ എന്ന് വിളിച്ചു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അങ്ങനെ SI ആകാൻ വരുന്ന പെൺകുട്ടികളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന അയാളെ നമുക്ക് കൈകാര്യം ചെയ്യാം. നമ്മളുടെ അനിയുണ്ടല്ലോ, മുത്തശ്ശൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ഇത് പറയുന്നത് കേട്ടിട്ട് അനിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദു പറഞ്ഞു, താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശൻ പറഞ്ഞു, മോളുടെ കർമ്മങ്ങളൊക്കെ കറക്റ്റ് ചെയ്തോ, ബാക്കിയുള്ള എല്ലാം വഴി പോലെ നടന്നോളൂ. അങ്ങനെ ഫോൺ വെച്ചു. എന്നിട്ട് മുത്തശ്ശി എടുത്ത് പറഞ്ഞു, നന്ദുവിൻ്റെ ട്രെയിനർ ഭയങ്കര കുഴപ്പക്കാരനാണെന്നാണ് പറയുന്നത്. അയാളുള്ളപ്പോൾ നന്ദുവിൻ്റെ ട്രെയിനിങ് മര്യാദയ്ക്ക് നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. മുത്തശ്ശി പറഞ്ഞു, ഇദ്ദേഹത്തിന് ഒരുപാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയമുണ്ടല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, രാഷ്ട്രീയത്തിലും പോലീസിലും ഒക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ആവശ്യത്തിന് ഞാൻ അവരെ ആരെയും വിളിക്കാറില്ല. മുത്തശ്ശി പറഞ്ഞു, ശുപാർശ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, നമ്മൾ ശുപാർശയുമായിട്ട് ഒരാളുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വിധേയരാകും. അയാളൊരാവശ്യം പറയുമ്പോൾ നമ്മളും നടത്തി കൊടുക്കേണ്ടി വരും. പറയുന്നത് നീതിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിലാണ് മനുഷ്യർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാത്തത്. പക്ഷേ ഇവിടെ നന്ദു ഒരു പോലീസ് ഉദ്യോഗസ്ഥയാവാൻ 100% യോഗ്യതയുള്ളവളാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള നന്ദുവിനെ മനഃപൂർവ്വമായിരിക്കും ആ ട്രെയിനർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുത്തശ്ശി പറഞ്ഞു, അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, പാടില്ല, അതുകൊണ്ട് മോൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവും ആദർശും നയനയുടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശ് ചോദിച്ചു, സാധാരണ ട്രെയിനർമാർ ഇങ്ങനെയൊന്നും പെരുമാറുന്നതല്ലല്ലോ, ട്രെയിനിങ് പീരീഡ് കുറച്ച് കഠിനമാണ്, അതിപ്പം എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പക്ഷേ ഇവിടെ നന്ദുവിനെ തിരഞ്ഞു പിടിച്ച് അയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കാത്തത്. നയന ചോദിച്ചു, നീയാണ് അയാളെ തല്ലിയതെന്ന് അയാൾ അറിഞ്ഞോ മോളെ? നന്ദു പറഞ്ഞു, അയാൾക്ക് എന്നെ സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനിങ് പൂർത്തിയാക്കാൻ എന്നെ സമ്മതിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ആദർശ് പറഞ്ഞു, എന്തായാലും നന്ദു ആഗ്രഹിച്ചത് നടന്നിരിക്കും, അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിച്ചു കേട്ടോ. ഫോൺ എടുത്ത് നന്ദു ഒന്ന് ഞെട്ടി നോക്കി നിൽക്കുകയാണ്. അപ്പം നയന ചോദിച്ചു, ആരാ മോളെ? അപ്പം നന്ദു ആകെ പതറി, അത് പിന്നെ എന്ന് പറഞ്ഞപ്പോഴേക്കും നയന ഫോൺ തട്ടി മേടിച്ചങ്ങ് നോക്കുകയാണ്. അതെ, ആദർശേട്ടൻ്റെ അനിയനാ, എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, നീ ഹലോ പറയണം കേട്ടോ. അപ്പം അനി ഫോണിൽ പറയുകയാണ്, അതെ ഞാൻ ഏട്ടനെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് ആദർശേട്ടൻ വിളിച്ചിരുന്നു മുത്തശ്ശനെ, റെക്കമെൻഡേഷൻ ചെയ്യാത്ത മുത്തശ്ശൻ നിൻ്റെ കാര്യം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ ട്രെയിനർ മിക്കവാറും തിരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നയന പറയുകയാണേ, അതൊക്കെ ഞങ്ങൾ നന്ദുവിനോട് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആദർശ് പറഞ്ഞു, എടാ ഞാൻ മുത്തശ്ശനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം, അത് ഞാൻ നന്ദുവിനോട് പറഞ്ഞോളാം, അതിനിപ്പം നീ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആകെ പതറിക്കൊണ്ട് അനി ചോദിക്കുകയാണ്, നന്ദുവിൻ്റെ അടുത്തുണ്ടായിരുന്നോ നിങ്ങൾ രണ്ടാളും? അപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല, അവൾ നാട് വിട്ടുപോയി,
നീ ഒറ്റ ഒരുത്തനാണ് ഇവിടെ വന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അപ്പം അനി പറഞ്ഞു, അയ്യോ ഏട്ടാ, ഞാൻ വരുന്നതിന് മുമ്പും നന്ദുവിന് അവിടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നയന പറഞ്ഞു, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അത് പരിഹരിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അനി വെറുതെ നന്ദുവിനെ വിളിച്ച് ശല്യം ചെയ്യണ്ട. ശരി ഏട്ടത്തി, ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്തു. ആദർശ് ചോദിച്ചു, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വിളി ഉണ്ടല്ലേ? അപ്പം നയന പറയുകയാണേ, അങ്ങനെ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ടാണല്ലോ അവളെ അന്വേഷിച്ച് ഇങ്ങ് എത്തിയത്. അവൻ വന്നതുകൊണ്ടേ ഒരു പ്രയോജനമുണ്ടായി. നന്ദു വലിയ ബുദ്ധിമുട്ടിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അത് മുത്തശ്ശനെ അറിയിക്കാനും എന്ന് നമ്മളുടെ ആദർശ് പറഞ്ഞു. അപ്പം നന്ദു പറയുകയാ, ഞാൻ പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദർശേട്ടാ, പക്ഷേ അവൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. നയന പറഞ്ഞു, എത്ര വിളിച്ചാലും നീ എടുക്കരുത് മോളെ. അപ്പം നന്ദു പറഞ്ഞു, ഞാൻ എടുക്കാതിരിക്കാം, പക്ഷേ അനിയുടെ മനസ്സ് മാറണമെങ്കിൽ അനിയും അനാമികയും തമ്മിൽ സ്നേഹത്തിലാവണം. അതിനുള്ള ശ്രമങ്ങളൊന്നും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമില്ല. ആദർശ് പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളെ ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊക്കെ നന്നാവ് എന്നാണ് അവൾ പറയുന്നത്. അപ്പം നയന പറഞ്ഞു, ഇപ്പം പിന്നെ ആദർശേട്ടനെ കുറ്റം പറയാൻ ഒരു കാരണം കൂടെ ഉണ്ടല്ലോ, ചന്തുമോൾ. അപ്പം നന്ദു പറഞ്ഞു, ആ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റും കാണില്ല എന്ന്. പിന്നെ എന്താ ആദർശേട്ടൻ അത് തെളിയിച്ചാൽ? അപ്പോൾ ആദർശ് പറഞ്ഞു, അതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എന്തായാലും എൻ്റെ കൂടെ നിൽക്കാൻ ഇവളുണ്ട്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്, അത് മാത്രമല്ല ഇപ്പം അമ്മയുമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യവുമില്ല. കുടുംബത്തിനകത്ത് നല്ല പ്രശ്നങ്ങളുണ്ട്, അതിന് തുടക്കം അഭിയും അവൻ്റെ അമ്മയുമാണ്. അങ്ങനെ രണ്ടുപേര് കുടുംബത്തുള്ളിടത്തോളം കാലം അവിടെ സമാധാനമുണ്ടാകില്ല. അപ്പം നന്ദു ചോദിച്ചു, ഈ ചന്തുമോളുടെ കേസിൽ അഭിയേട്ടൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കേട്ട് നയന ആകെ ഒന്ന് പരിങ്ങി കേട്ടോ. എന്നിട്ട് പറഞ്ഞ്, ഒന്നുമില്ല മോളെ. നന്ദു പറഞ്ഞു, അമ്മയും അച്ഛനും ഒക്കെ വിളിക്കുമ്പോൾ പറയും അഭിയേട്ടൻ ഇപ്പം നവ്യേച്ചിയോട് ഭയങ്കര സ്നേഹമാണെന്ന്. ആദർശേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം അമ്മയുടെ കരച്ചിൽ മുഴുവനും. അപ്പം നയന പറഞ്ഞു, നീ എന്തായാലും കഴിക്കും. അപ്പം ആദർശ് പറഞ്ഞു, മുത്തശ്ശൻ്റെ കാലശേഷമല്ല, അതിന് മുമ്പേ തന്നെ കമ്പനിയുടെയും വീട്ടിൻ്റെയും എല്ലാം താൽക്കോല് ഇവളെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ അന്തസ്സിന് കോട്ടം തട്ടിയാലും കുടുംബവും കമ്പനിയുമൊക്കെ അതുപോലെ തന്നെ നിൽക്കണം മോളെ. അനന്തപുരിയിലെ സംഭവങ്ങളൊന്നും പുറം ലോകം അറിയാൻ പാടില്ല. അതും പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.